അപ്പോൾ എന്തായാലും മഴ വാർത്തകൾ കുറെ കൂടി വിശദമായി എടുക്കുകയാണ് നമ്മൾ. സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ചില ജില്ലകളിലൊക്കെ മുന്നറിയിപ്പുകളുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് നൽകിയിട്ടുള്ളത്. 7 ജില്ലകളിൽ നിന്ന് യെല്ലോ അലേർട്ടുമുണ്ട്. കേരള തീരത്തെ മത്സ്യബന്ധന വിലക്ക് തുടരുകയാണ്. യെസ്, അപ്പോൾ എവിടെയൊക്കെയാണ് മഴ പെയ്യുന്നത്, എവിടെങ്ങളിലൊക്കെ നല്ല മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. നമുക്ക് പോകാം നേരെ. യെസ്, കോഴിക്കോടേക്കാണ് പോകാനിരുന്നത്. പക്ഷെ ദൃശ്യം എനിക്കൊന്ന് മഴ കാരണം കുറച്ച് വൈകിയെന്ന് തോന്നുന്നു. വൈകാൻ സാധ്യതയാണ്. അതിഗംഭീരമായ മഴയാണ്. ഞങ്ങളെ കോഴിക്കോട് സ്റ്റുഡിയോ പുറത്ത് അതിഗംഭീരമായ മഴ. ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ കോട്ടക്കെട്ട് നമ്മുടെ ഓഫീസിന് മുന്നിലുള്ള ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. കണ്ട നമ്മുടെ ഓഫീസിനുള്ള ദൃശ്യം നിറയെ വെള്ളമൊക്കെ വെള്ളക്കെട്ടൊക്കെ രൂപപ്പെട്ട് കഴിഞ്ഞു. അത്രയ്ക്കുള്ള മഴയുണ്ട്. പക്ഷെ ഞാൻ വരുമ്പോഴൊന്നും അതിന് മാത്രം മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ജിൽസിക്ക് അത് അനുഭവിച്ചിട്ട് കാണില്ല. കാരണം ജിൽസി കാറിലാണ് വന്നത്. ഞങ്ങൾ പാവങ്ങൾ ബൈക്കിലാണ്. അതുകൊണ്ടല്ല, ഞാൻ വരുമ്പോൾ മഴ കുറവായിരുന്നു. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ ജിൽസി, ആ 100 രൂപയുടെ കോട്ടില്ലേ, സമീപകാലത്തെ വ്യാവസായിക മേഖലയിലെ ഒരു വിപ്ലവം. ആ 100 രൂപ കാരണം ഞാൻ ആലോചിക്കുന്നു, കോടീശ്വരനെന്നോ ദരിദ്രനെന്നോ പണ്ഡിതനെന്നോ പാമ്പനെന്നോ വ്യത്യാസമില്ലാതെ ഏവർക്കും ധരിക്കാവുന്ന 100 രൂപയുടെ കോട്ട് അല്ലേ. അതൊന്നും കളഞ്ഞു പോയാലും വിഷമിക്കാനും ഇല്ല, വാങ്ങാവുന്നേ ഉള്ളൂ. സിമ്പിൾ അല്ലേ. അത് ശരിയാണ്. കാരണം ഈ കോട്ട് കൊണ്ട് നടക്കുക എന്ന് വെച്ചാൽ വലിയ മെനക്കേടായി. മഴ ഇതാണ് ചുരുട്ടി കൂട്ടി എവിടെയും തിരികെ വെക്കുകയും ചെയ്യാം. ഗംഭീരമായി കണ്ടുപിടുത്തത് എല്ലാവരുടെ കയ്യിലുണ്ടല്ലേ ആ കോട്ട്. ശരി, നമുക്ക് ആ ബിസിനസ്സിലേക്ക് ഒന്ന് ഇറങ്ങാമായിരുന്നു കുറച്ചുകൂടി നേരത്തെ. ഇപ്പൊ ഒരുപാട് കമ്പനികൾ ആ സംഗതി ഇറക്കുന്നുണ്ട്. എന്തായാലും കൊള്ളാം. അപ്പൊ അങ്ങനെയാണ് മഴ എങ്ങനെ നല്ല കനത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തുലാ 10 കഴിഞ്ഞാൽ മഴ ഉണ്ടാവാൻ സാധ്യത കുറവാണെന്ന് പറയുന്നു. തുലാ 10 കഴിഞ്ഞ അപ്പൊ അതിന്റെ ഒരു എന്താ പറയുക പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള ഒരു പെയ്ത്താണോ, അതിന്റെ ഒരു കലാശക്കൊട്ടാണോ എന്നുള്ള സംശയമുണ്ട്. എന്തായാലും നല്ല മഴ പെയ്യുന്നുണ്ട്. മറ്റ് ജില്ലകളിലൊക്കെ സമാനമായ അവസ്ഥയാണ് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ ഈ കേരള തീരത്ത് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ്. അതുകൂടെ വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. മത്സ്യത്തൊഴിലാളികളൊക്കെ കടലിൽ പോകാതെ ജാഗ്രത തന്നെ പാലിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ഈ 3 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്, തീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ശരി, നമുക്ക് മഴയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മഴ കൊള്ളുന്ന ആളുകളോട് തന്നെ ചോദിക്കാം അല്ലേ. സ്റ്റുഡിയോയിൽ ഇരുന്ന് പറയുന്നത് നല്ലതല്ലേ. അനുഭവിച്ചറിയാം. യെസ്, കോഴിക്കോടേക്കാണ് പോകുന്നത്. ദൃശ്യ പുതിയിടത്ത് വിവരങ്ങൾ നൽകും. ദൃശ്യ, മഴ അങ്ങനെ തകർത്ത് പെയ്യുകയാണ്. നമ്മുടെ ഓഫീസിന് മുന്നിലുള്ള ദൃശ്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പലയിടത്തും വെള്ളക്കെട്ടൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. എന്താണ് നിലവിലെ സ്ഥിതി? ഇന്നിപ്പോൾ മുഴുവനായിട്ട് ഇങ്ങനെ ഒരു മഴ തുടരാനുള്ളൊരു സാധ്യത തന്നെയാണോ? കാലാവസ്ഥാ പ്രവചനങ്ങളിൽ ഓറഞ്ച് അലേർട്ടാണ് കോഴിക്കോടൊക്കെ. എന്തൊക്കെ സംഭവിക്കുന്നു പുറത്ത്? ജിൽസി സൈഫു, ഈ തുലാപ്പെയ്ത്ത് തുടങ്ങി ഇന്ന് രാവിലെ പുലർച്ചെ മുതൽ തന്നെ നല്ല മഴയാണ് കോഴിക്കോടിന്റെ വിവിധ ഭാഗങ്ങളിൽ. അതായത് കോഴിക്കോട് നഗരത്തിലും ഇതുകൂടാതെ തന്നെ മലയോര പ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള മഴയാണ്. നമുക്ക് ഈ റോഡ് കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം മഴ രാവിലെ പെയ്ത മഴയുടെ ബാക്കി മാത്രമാണ്. അത്തരത്തിൽ നല്ല മഴ കോഴിക്കോട് ജില്ലയിൽ പെയ്യുന്നുണ്ട്. എന്നാലും കോഴിക്കോട് മാത്രമല്ല, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. ഇതുകൂടാതെ 7 ജില്ലകളിൽ നിന്ന് യെല്ലോ അലേർട്ടാണ്. വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, ഇടുക്കി, എറണാകുളം, ആലപ്പുഴ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത്. ഇതുകൂടാതെ നാളെ തിരുവനന്തപുരം മുതൽ ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. ഈ തുടർച്ചയായി കുറച്ച് ദിവസങ്ങൾ മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതുകൂടാതെ തന്നെ ശക്തമായ ഇടിമിന്നലിനും 40 കിലോമീറ്റർ കൂടുതൽ കാറ്റിനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ 28-ാം തീയതി, അതായത് നാളെ വരെ കേരള തീരത്ത് ഈ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഈ മഴ ആയതുകൊണ്ട് തന്നെ ഈ തീരപ്രദേശങ്ങളിലും കൂടാതെ മലയോര മേഖലകളിലും ഒക്കെ താമസിക്കുന്ന ജനങ്ങൾക്ക് അതീവ ജാഗ്രത നിർദ്ദേശം കൂടി പുറപ്പെടുവിച്ചിട്ടുണ്ട്. എല്ലാവരും ഈ സമയത്ത് ഈ വിനോദയാത്രകളിലും മറ്റും പോകുന്നവരൊക്കെ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മഴയ്ക്കൊപ്പം തന്നെ ഇടിമിന്നലും ശക്തമായ കാറ്റും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യമായതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഈ കൃത്യമായി വലിയ രീതിയിലുള്ള മഴ തന്നെ 2 ദിവസങ്ങളിൽ തുടരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇന്ന് പുലർച്ചെ മുതൽ തന്നെ കോഴിക്കോട് ജില്ലയിൽ നല്ല ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ജിൽസി സൈഫു.